അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ 3 പേരെ കൂടി താഴേക്ക് ഇറക്കി നമ്മൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഇത് മുകളിലൊക്കെ ചട്ടിയിൽ വളരേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇനിയും ചട്ടിയിൽ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചട്ടിയൊക്കെ മാറ്റി വലിയ ഡ്രമ്മൊക്കെ ആക്കിയെടുക്കണം. കാരണം ഇതൊക്കെ വലിയ മരാവുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മൾ പല വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അല്ലി നാരങ്ങ, നമ്മുടെ നാട്ടിലേക്ക് ഇതിന് മാതോളി നാരങ്ങ എന്ന് പറയാം. അപ്പോൾ അല്ലി നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തൈയിൽ അതിൻ്റെ കമ്പ് കൊടുന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ആ ഗ്രാഫ്റ്റിംഗ് ആണ് ഇപ്പോൾ ഒരു 1.5 കൊല്ലം ആയിട്ടുണ്ടാവും, 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഇത്ര വളർന്നു. നമ്മൾ ചെറിയ തൈയിലാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി അത് വലിയ ഡ്രമ്മൊക്കെ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ ഡ്രമ്മൊന്നും മാറ്റാൻ നിന്നില്ല. നമ്മൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള വളർച്ചയൊക്കെ കാണാം. ചെറുനാരങ്ങയിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്നറിയില്ല. പൂവിട്ട് കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ കായ പിടിക്കും. പിന്നെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മാതളമാണ്. മാതളം ഉറുമാമ്പഴം എന്ന് പറയും മാതളം. അപ്പോൾ ഇത് തൈ സീഡ് മുളപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ കണ്ടില്ലേ, പൂവാണ്. പൂക്കളിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് ഇനിയുണ്ട് തൈകൾ. അപ്പോൾ ഇതിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷമാണ് അത് സ്ഥലമൊക്കെ നോക്കിയിട്ട് നമ്മൾ വെക്കുന്നത്. ഇതൊക്കെ നമ്മളെ വീട്ടിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകളാണ്. പിന്നെ ഇതും തന്നെ നമ്മൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് പരിചയമില്ലാത്തൊരു പേരയാണ്, ജപ്പാൻ പേര എന്ന് പറയും. നിറയെ പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ കിൻഡൽ പേരയുടെ തൈകൾ വിൽക്കുന്ന പോലെ ഇത് വിൽക്കാനൊന്നും ആയിട്ടില്ല. അതിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. തൽക്കാലം ഇപ്പോൾ പൂക്കളും മുട്ടുകളും കായകളൊക്കെ ഉണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വിൽപ്പന ചെയ്യുന്നുള്ളൂ. ഇത് ഉള്ളിൽ ചുവപ്പുള്ളൊരു വലിയ തരം പേരയാണ്. എന്താണ് കാഴ്ചകളൊക്കെ നമുക്ക് അതിൻ്റെ പേര് അറിയാം. നിറയെ പൂക്കളുണ്ട്. പക്ഷേ ഇത് 2-3 പ്രാവശ്യം പൂക്കളിട്ടിട്ട് കൊഴിഞ്ഞു പോയതാണ്. ഇതിൻ്റെ ഇല മറ്റുള്ള പേരയുടെ പോലെയല്ല, നല്ല വട്ടത്തിൽ ഉള്ളൊരു ഇലയാണ്. നമ്മളെ കിൻഡൽ പേരയുടെ പോലെ, നമ്മളിപ്പോൾ കൊടുക്കുന്ന പേരയുടെ പോലെയല്ല. അപ്പോൾ ആദ്യം നമ്മളിതൊക്കെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കി വിൽപ്പന നടത്തുള്ളൂ. അപ്പോൾ ഏതിൻ്റെ ആയാലും നമ്മൾ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു തൈയും കൂടി നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു മാസത്തോളമായി നമ്മളിങ്ങോട്ട് പറിച്ച് നട്ടിട്ട്. നമ്മൾ ബട്ടറാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. നല്ല തെളിഞ്ഞ ഇലകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷിയുടെ വിശേഷങ്ങൾ ഏറെ പറയാനുണ്ട്. നമ്മളെ പൈപ്പിൽ വെച്ച് കുരുമുളകൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഇത് നമ്മൾ ഏലം എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണ്. എന്താണ് ഏലമാണോ എന്തൊന്നും അറിയില്ല. ഏലം അത്ര വലുപ്പത്തിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏലത്തിൻ്റെ ഒരു വാസനയൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെ സ്വഭാവം എന്നറിയില്ല. കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്, നല്ല വളർച്ചയുണ്ട്. അപ്പോൾ ഏലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഏലം കിട്ടും. അപ്പോൾ അത്ര കണ്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.